ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റഡി ടേബിൾ മേക്ക് ഓവറാണ്. കുറച്ച് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്റ്റഡി ടേബിൾ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന്. ഇതായിരുന്നു എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുന്നത്തെ ലുക്ക്. ഇതിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല, എന്നാലും ചെറിയ മാറ്റങ്ങൾ വരുത്തി ഒരു സ്റ്റഡി മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ. ഞാൻ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, എന്നാലും ചെറിയൊരു മേക്ക് ഓവറും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഓർഗനൈസിങ് വീഡിയോയും കൂടിയാണ് ചെയ്യുന്നത്. എൻ്റെ വാളിൽ മുഴുവനായിട്ടും വാൾ സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിക്കാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു 3-4 വാൾ സ്റ്റിക്കേഴ്സ് മാത്രം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഒരു മേക്ക് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ റൂമിലായിരുന്നു എൻ്റെ ടേബിൾ ആദ്യം ഇട്ടിരുന്നത്. അത് ഞാൻ മാറ്റിയിട്ട് റൂമിൻ്റെ പുറത്താക്കി. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും റൂമിലിരുന്ന് പഠിക്കുമ്പോൾ കിടക്കയിൽ കിടന്ന് പഠിക്കാൻ നോക്കൂ. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉറക്കം വരും, ഞാൻ ഉറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ടേബിൾ മാറ്റിയിട്ട് ടേബിൾ പുറത്തേക്ക് മാറ്റി. റൂമിൽ നിന്ന് പുറത്തെടുത്ത് മാറ്റിയപ്പോൾ അതിലൊരു ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നൊരാഗ്രഹം. അങ്ങനെയാണ് മേക്ക് ഓവർ ചെയ്യുന്നത്. കാര്യമായിട്ട് മേക്ക് ഓവറൊന്നും ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ രീതിയിൽ ചെറിയൊരു മേക്ക് ഓവറാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ടേബിൾ എനിക്ക് എപ്പോഴും ഓർഗനൈസ് ആയിട്ടിരിക്കാനാണ് താല്പര്യം. നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു നല്ല ഓർഗനൈസിങ്ങും അതുപോലെ തന്നെ ഒരു ക്ലീനിങ്ങും ഒക്കെ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഓർഗനൈസർ ഉണ്ട്. ഞാൻ ഈ ഓർഗനൈസറിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ മീഷോന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി. നല്ല അടിപൊളി ഒരു ഓർഗനൈസറാണ്. എനിക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. 2 ഷെൽഫ് വരുന്നുണ്ട്, അല്ലാണ്ട് കുറേ കമ്പാർട്ട്മെൻറ്റ്സും വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ വെച്ച് കൊടുക്കുന്നത് കുറച്ച് എൻ്റെ കയ്യിലുള്ള വാഷി ടേപ്പും അതുപോലെ തന്നെ അല്ലറ ചില്ലറ സാധനങ്ങളുമാണ്. അത് ഈ ഷെൽഫിൻ്റെ അകത്തേക്ക് വെച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അകത്ത് സെറ്റായി കിടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ PSC ജേർണലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഞാൻ വാങ്ങിയതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ടൈമർ. അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ PSC പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ടൈമർ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് പെന്നും കാര്യങ്ങളൊക്കെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് 3 രൂപേൻ്റെ അല്ലെങ്കിൽ 4 രൂപേൻ്റെ പെന്നാണ്. ഇത് നല്ല അടിപൊളി പെന്നാണ്. ഇതൊരു 20 എണ്ണം വരുന്ന സെറ്റ് ഒരു 58 രൂപയ്ക്ക് ഞാൻ എൻ്റെ അടുത്തുള്ളൊരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. PSC പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും, നമ്മുടെ കയ്യിൽ പെന്നൊക്കെ തീരുന്ന വഴി നമുക്കറിയില്ല. എത്ര പെട്ടെന്ന് പെന്നുകൾ തീരാമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പെട്ടി പെന്നാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. അത് തീരുമ്പോൾ അടുത്ത പെട്ടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. 1-2 പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐറ്റം കണ്ടോ, ഈ ബുക്ക് ഓർഗനൈസർ. ഇത് ഞാൻ കുറേ കാലം മുന്നേ ഉണ്ടാക്കി നോക്കിയതായിരുന്നു. അതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് പെട്ടി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നിങ്ങളും ഓർഗനൈസ് ചെയ്ത് വെച്ച് നോക്കൂ. നോട്ട്ബുക്കൊക്കെ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ നല്ല ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ട്. ബാക്കി ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞി വാൾ പോസ്റ്റേഴ്സൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എനിക്കിങ്ങനെ ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേത് വാൾ സ്റ്റിക്കറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ സ്റ്റിക്കി നോട്ട്സ്. ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ് ഈ വാൾ സ്റ്റിക്കേഴ്സ്. നല്ല അഫോർഡബിൾ റേറ്റിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളൊരു സ്റ്റിക്കി നോട്ട്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കുറച്ച് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്ക് ഓവർ. ഇതെൻ്റെ ഒരു കുഞ്ഞ് ലൈബ്രറിയാണ്. എനിക്കൊരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനുള്ള ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ലൈബ്രറി ഒക്കെ സെറ്റ് ചെയ്യാം. ഞാൻ PSCക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ബുക്സും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ടൊരു മേക്ക് ഓവറാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ PSC റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.